ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ റെഡിയാക്കിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് കാണുകയും ചെയ്യണം, നിങ്ങളത് ചെയ്ത് നോക്കുകയും ചെയ്യണം. സ്കാലപ്പ് ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എംബ്രോയിഡറി ഒട്ടും തന്നെ ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് പോലും വളരെ മനോഹരമായിട്ട് സാരിയിലോ ടേബിൾ ക്ലോത്തിലോ സ്കാലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എംബ്രോയിഡറി ചെയ്യാൻ ഒട്ടും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് പോലും ചെയ്യാവുന്ന തരത്തിലാണ് ഞാൻ ഈ സ്കാലപ്പ് കാണിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോടെയാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് ഒരു സ്കാലപ്പ് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് ഞാൻ ഒരു ഓർഗൻഡി പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ ജസ്റ്റ് കാണിക്കാനാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ സ്കെയില്, പെൻസില്, പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു സാരി സ്പൂളാണ്, സാരി ത്രെഡിൻ്റെ സ്പൂളാണ്. അത് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒരു വളയോ അങ്ങനെ റൗണ്ട് കിട്ടത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും എടുത്താൽ മതിയാവും. പിന്നെ ഞാനൊരു പേപ്പറും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്, അടിയിൽ വെച്ച് തയ്ക്കാം. സ്കാലപ്പ് ചെയ്യാനായിട്ടുള്ള ലൈൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഞാൻ ഓർഗൻഡി ക്ലോത്ത് എടുത്തിരിക്കുന്നതിൻ്റെ കാര്യം, ആദ്യമായിട്ട് ചെയ്യുന്നവർ കുറച്ച് സ്റ്റിഫായിട്ടുള്ള തുണിയിൽ ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം നിങ്ങൾക്കൊരു ഓർഗൻഡി സാരിയിൽ അത് ചെയ്ത് നോക്കാം. ഓർഗൻഡി സാരിയിൽ സ്കാലപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. ആ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളത് കാണാൻ വിട്ടുപോകരുത്. ഓക്കെ, ഇനി സ്കാലപ്പ് തയ്ക്കാനുള്ള ഹാഫ് സർക്കിൾ വരയ്ക്കാം. ഞാനിവിടെ ഒരു സാരി ത്രെഡിൻ്റെ സ്പൂളാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ വേറൊന്നും കിട്ടിയില്ല. നിങ്ങൾക്കൊരു വളയോ അതുപോലെ സർക്കിളായിട്ടുള്ള എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാം. സ്കാലപ്പ് മുഴുവനും വരച്ചു കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ? ഇനി ഈ സ്കാലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മെഷീനിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് നോർമൽ സ്റ്റിച്ചിങ്ങിലാണ്. അതുകൊണ്ട് ഫീഡ് ഡോഗ് ഉയർത്തിയാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഉയർന്നു വരുന്നത്. സാധാരണ സ്റ്റിച്ചിങ്ങിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പ്രഷർ ഫുട്ടും ഇട്ടു. നോർമൽ സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. നോർമൽ സ്റ്റിച്ച് എന്ന് വെച്ചാൽ പ്രഷർ ഫുട്ട് ഒക്കെ ഇട്ടിട്ടുള്ള സിഗ്സാഗ് സ്റ്റിച്ച് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇനി മെഷീൻ സെറ്റിങ്സ് ആണ്. സ്റ്റിച്ച് ലെങ്ത്ത് ഞാൻ 0നും 1നും ഇടയ്ക്ക് വെച്ചു. നമുക്ക് അടുത്തടുത്തുള്ള സ്റ്റിച്ചുകൾ കിട്ടണം. പിന്നെ സെലക്ട് ഡയലിൽ എയിൽ നമുക്ക് സിഗ്സാഗ് കിട്ടും. സിഗ്സാഗാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ വിഡ്ത്ത് ഡയലിൽ മാക്സിമം സെലക്ട് ചെയ്തിട്ടുണ്ട്. ടെൻഷൻ 2. ഞാൻ ഒരേ കളറിൽ ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ബോബിനും സെയിം കളർ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുണിയുടെ അടിയിൽ ഞാനൊരു പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് തയ്ക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള തുണി നമ്മൾ തയ്ക്കുമ്പോൾ, തുണിയിൽ എംബ്രോയിഡറി ചെയ്യുമ്പോൾ അടിയിലൊരു പേപ്പറും കൂടി വെച്ച് കൊടുക്കുന്നത് തുണി ചുളുങ്ങി പോകാതിരിക്കാൻ സഹായിക്കും. ഫാഷൻ മേക്കർ മെഷീനുകളുടെ ഫീഡ് ഡോഗ് ഓർഡിനറി സ്വിങ് മെഷീനുകളുടെ ഫീഡ് ഡോഗുകളെക്കാളും കുറച്ച് വ്യത്യസ്തമാണ്. ഓർഡിനറി സ്വിങ് മെഷീനുകളുടെ ഫീഡ് ഡോഗ് തുണിയെ മുൻപോട്ട് മാത്രം തള്ളാനേ സഹായിക്കുള്ളൂ. എന്നാൽ ഫാഷൻ മേക്കറുകളുടെ ഫീഡ് ഡോഗ് വശങ്ങളിലേക്ക് നമുക്ക് കുറച്ച് ഓരോ വശങ്ങളിലേക്കും നമുക്കതിനെ നീക്കാൻ ഈസി ആയിട്ടുള്ള ഫീഡ് ഡോഗാണ് ഫാഷൻ മേക്കറുകളിലുള്ളത്. അതുകൊണ്ട് ഈ മെഷീനിൽ തയ്ക്കുമ്പോൾ നമുക്കിതുപോലെ നമ്മുടെ ഇഷ്ടാനുസരിച്ച് ഒരു വശത്തേക്കോ മറ്റേ വശത്തേക്കോ ഒക്കെ നീക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് ചെറിയൊരു പ്രഷർ കൊടുത്ത് നീക്കി കൊടുത്താൽ മാത്രം മതി. ആ വശത്തേക്ക്
ഫീഡ് ഡോഗ് തുണിയെ നീക്കിക്കോളും. ഇവിടെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പതുക്കെ ഒന്ന് നമ്മുടെ വിരലുകൾ കൊണ്ട് ഒന്ന് പതുക്കെ വലിച്ചു കൊടുക്കുകയും ഒരു വശത്തേക്ക് തള്ളിക്കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ വശത്തേക്ക് തന്നെ ഫീഡ് ഡോഗ് തുണിയെ നീക്കിക്കൊണ്ടിരിക്കും. ഇത് നമ്മളിതിപ്പോൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ അടിയിലുള്ള ഈ പേപ്പറുകളൊക്കെ റിമൂവ് ചെയ്ത് വൃത്തിയാക്കാം. ഇനി നമുക്ക് ഒരു സിസേഴ്സ് ഉപയോഗിച്ച് ഈ സ്കാലപ്പിൻ്റെ വക്കുകളൊക്കെ വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കാം. വക്കുകളൊക്കെ വെട്ടിക്കഴിഞ്ഞു. കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡെല്ലാം മുൻവശത്തെ പോലെ തന്നെ ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. ഇല്ല, ഒരു മെറൂൺ തുണി വെച്ചിട്ട് ഞാൻ കാണിക്കുന്നത് ഇത് വ്യക്തമായിട്ട് കാണാനാണ്. നിങ്ങളെല്ലാവരും ഈ സ്കാലപ്പ് ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.